അയോധ്യയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഉദ്ഘാടനത്തിന് അനുബന്ധമായിട്ട് നടക്കുന്ന ഓരോ ചടങ്ങുകൾ ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത 22 വരെ നീളുന്ന രീതിയിലാണ് ഈ ചടങ്ങുകളൊക്കെ നടക്കുന്നത്. ഒരുപക്ഷെ ഉന്മേഷൻ എനിക്ക് പിന്നിൽ കാണാനായിട്ട് സാധിക്കും. വലിയ രീതിയിൽ അയോധ്യ നഗരം അലങ്കരിച്ച് വിപുലമായിട്ടുള്ള പല വിധത്തിലുള്ള പ്രചരണ കമാനങ്ങൾ അടക്കം നിരത്തിക്കൊണ്ടാണ് ഈ അയോധ്യ എല്ലായിടങ്ങളിലും ഒരുങ്ങി നിൽക്കുന്നത്. പല മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഇന്നു മുതൽ ഈ അയോധ്യയിലേക്ക് പല പരിപാടികളിലായി പങ്കെടുക്കാനായി എത്തിത്തുടങ്ങുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കോൺഗ്രസിനെ ക്ഷണിച്ചിരിക്കുന്നത് ഉദ്ഘാടനമടക്കമുള്ള ചടങ്ങുകളിലേക്കാണ്. ഈ ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ടും ഇന്ന് ഈ ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാരവാഹികൾ ഒരു വാർത്താ സമ്മേളനം ഉദ്ഘാടനം അറിയിക്കാൻ വേണ്ടിയിട്ട് ചേർന്നിരുന്നു. ആ ചടങ്ങിന്റെ ഭാഗമായിട്ട് ഈ ചോദ്യം ഉയർന്നപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ വരും എന്നാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ രാമനുമായിട്ട് അകന്നു നിൽക്കേണ്ട ഒരു സാഹചര്യം രാഷ്ട്രീയമായി പോലും ഏത് പാർട്ടിക്കും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. തങ്ങൾ തുറന്ന മനസ്സോടുകൂടിയാണ് ക്ഷണിച്ചിരിക്കുന്നത്. അവർ വരുമെന്ന പ്രതീക്ഷയാണ് തങ്ങൾക്കുള്ളത് എന്നാണ് പറഞ്ഞത്. രാജ്യമൊട്ടാകെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഉത്സവ അന്തരീക്ഷമാണ് 22-ാം തീയതി ഒരുങ്ങുന്നത്. അതിന്റെ ഭാഗമായിട്ട് എല്ലാവരും പങ്കെടുക്കണം എന്നുള്ളതാണ് തങ്ങളുടെ ആഗ്രഹമെന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഈ സംഘപരിവാർ നേതൃത്വത്തിലുള്ള പല പ്രമുഖരുമാണ് നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ചടങ്ങുകളുടെ ഭാഗമായിട്ടും ഈ ഉദ്ഘാടന ചുമതലകളിലും ഉള്ളത്. അതുകൊണ്ട് അവർ ഈ വിഷയത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടി ഇത്തരത്തിലുള്ള നിലപാടുകൾ മാറ്റി തുടങ്ങിയിരിക്കുന്നു. വരുന്ന 22 വരെ നീളുന്ന 30-ാം തീയതി അടുത്ത ദിവസം പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തും. അന്താരാഷ്ട്ര വിമാനത്താവള ഉദ്ഘാടനം അടക്കമുള്ള ചടങ്ങുകൾ ഉണ്ട്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ചില നേതാക്കന്മാരെ അതിന്റെ ഭാഗമായിട്ടും ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് ചടങ്ങിലടക്കം ഇതിനുള്ള ഉത്തരം ലഭിക്കും. ഏതായാലും ഇനിയുള്ള ദിവസം ഈ രാമക്ഷേത്ര ഉദ്ഘാടനം എന്നതിന് ഒപ്പം തന്നെ രാഷ്ട്രീയമായിട്ട് രാജ്യത്തെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി നൽകുന്നതായിരിക്കും. ഉത്തർപ്രദേശിൽ നമുക്കറിയാവുന്നതുപോലെ രാഷ്ട്രീയമായിട്ട് കോൺഗ്രസ് ഇപ്പോൾ ഒരു പദയാത്രയൊക്കെ നടത്തി വരികയാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഊർജം തിരിച്ചുപിടിക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങൾക്ക് ഒരുപക്ഷെ ഈ നേതാക്കൾ ഇവിടേക്ക് എത്തിയില്ലെങ്കിൽ അത് എത്ര കണ്ട് ഗുണമാകും. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. അയോധ്യയിൽ നിന്ന് അവിടെ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വളരെ വേഗത്തിൽ അവസാനവട്ട പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടെ കോൺഗ്രസിനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിൽ രാഷ്ട്രീയ വിവാദമുണ്ട്. കൃത്യമായൊരു മറുപടി പറയാതെ നേതൃത്വം ഇപ്പോൾ ഒഴിഞ്ഞുമാറുകയുമാണ്.